താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമ വാരിധേ രാമ, പോകുമാറില്ലീ വഴി ആരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി, കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവുമൊന്ന് വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി, പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണ്ണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു. യാത്രയും തുടങ്ങിനാരാസ്ഥയാ പുലർക്കാലേ. പുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ. പ്രേമം ഉൾക്കൊണ്ട് മുനിവാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചതു കൗശികനതു കാലമാഗമിച്ചതു നക്തഞ്ജരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്ന് തത്ര രക്തവൃഷ്ടിയും തുടങ്ങിടിനാരതു നേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൽ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരവന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. കിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണം എന്നഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സരൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മാരീചനും. പറ്റലർ കുലകാലരാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുബികളും ഘോഷിച്ചതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ. ഇരുന്നു 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തതു 4-ാം ദിവസം. പിന്നെ മുനി അരുതു വ്രതാകാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നുടെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോകറാം വത്സന്മാരെ. ചൊല്ലരും ത്രംബകമാകിന മാഹേശ്വരവില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി ബാലേന്ദ്രന്മാരാരക്ഷിതമനുദിനം. ഷോണീ ബാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ തനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ.
പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദപരതാ കുസുമവരങ്ങളാ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ട വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനു മീവണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ള മനോഹരമാശ്രയോഗ്യം നാനാ ജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിനെ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീരാമായ നമഃ. 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 ഓം ശ്രീരാമായ നമഃ.